നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരാറുണ്ട്. ഈശോ നമ്മളെ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ നമ്മളെ കടത്തിവിടാതെ ഒരിക്കലും ഈശോ നമ്മളെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ഒരു 2 വർഷം മുമ്പ് ഒരുപാട് സഹനങ്ങൾ വന്നു. സഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സഹനങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ അതിന് കാരണമായ എല്ലാ വ്യക്തികളെയും വെറുത്തു. എനിക്ക് അവരുടെയൊക്കെ പേര് കേൾക്കുന്ന പോലും ദേഷ്യമുള്ള രീതിക്ക്. അതായത് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഒന്നും തയ്യാറായിരുന്നില്ല. അതുവഴി ഞാൻ കുറേയധികം മാനസികമായും ശാരീരികമായും ഒരുപാട് ഞാൻ ദുരിതം അനുഭവിച്ചു അതുവഴിയെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ആ സഹനങ്ങളെല്ലാം കൃപകളാക്കാൻ ഈശോയ്ക്ക് പറ്റും. മീൻസ് ഈശോയ്ക്ക് ഞാനത് വിട്ടുകൊടുത്തേ. പിന്നീട് എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ, പിന്നെ എൻ്റെ കൂടെയുള്ള ജിസ്യൂത്തിലെ കൂട്ടുകാർ, അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, നീ ഈ സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാതെ ഒരിക്കലും നിനക്ക് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സഹനത്തെ പിന്നീട് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു വിശുദ്ധ കുർബാനയിൽ ഞാൻ ഈ സഹനത്തെ പ്രതി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ബലിയർപ്പിച്ചു. അതിന് കാരണമായ എല്ലാ വ്യക്തികളെയും ഞാൻ ഈശോയുടെ കൈകളിൽ കൊടുത്തു. അന്ന് ആ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ ഒക്കെ പോകാനായിട്ട് ആ സഹനത്തെ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ ഈശോ അത് ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പിറുപിറുക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നേ. ആരെങ്കിലും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുവാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരോട് ഭയങ്കര ദേഷ്യം കാണിക്കും, പിറുപിറുക്കും. അല്ലെങ്കിൽ ഒരു കാര്യം എനിക്കിഷ്ടമില്ലാത്ത എന്നോട് സംസാരിച്ച് ഞാൻ അത് കറക്റ്റ് ചെയ്യുന്നതോടും വരെ എനിക്ക് സമാധാനം കിട്ടില്ല. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നേ. അത് ആ ഒരു അവസ്ഥയെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ, അത് പേഴ്സണൽ പ്രെയറിലൂടെയാണ് കൂടുതലും ഇത് ഡെലിവറൻസ് കിട്ടാനായിട്ട് ഉപയോഗിച്ചത്. ആ ഒരു അവസ്ഥയിൽ ഈ ഒരു സഹനത്തെ, പിന്നീട് വരുന്ന സഹനങ്ങൾ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ ഒരുപാട് സഹനത്തിൽ കൂടെ കടന്നു പോയേ. അപ്പോഴൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന വ്യക്തികൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന വ്യക്തികൾ, നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വാക്കുകളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ, അവരോടൊന്നും തിരിച്ചു പറയാതെ ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നുമല്ലോ. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ തന്നെ ഈശോ ഒരു കൃപ തന്നെ. ഞാൻ അവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി 3 നന്മ പറഞ്ഞവരെയും ചെല്ലും. അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ തിരിച്ച് സംസാരിക്കാതിരിക്കാൻ നോക്കി. ഈശോയുടെ നമുക്ക് വേണ്ടി കൈകളും കാലുകളും ഒക്കെ കെട്ടപ്പെട്ട ഈശോയുടെ ഒരു അവസ്ഥയില്ലേ, ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ നമുക്ക് വേണ്ടി നിന്ന് ഈശോ, ആ ഈശോനെ ധ്യാനിക്കാനായിട്ട് ഈശോ കൃപ തന്നി. അപ്പോൾ അങ്ങനെ ആരോടൊന്നും തിരിച്ച് പറയാതെ ആയപ്പോൾ അങ്ങനെയാണ് വചനമാകുന്ന ഈശോ എന്നോട് കൂട്ടുവിടാൻ തുടങ്ങിയത്. വചനാഭിഷേകം ആ ഒരു സിറ്റുവേഷനിൽ ഈശോ എനിക്ക് തന്നതേ. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഓരോ സഹനങ്ങളും ഈശോയ്ക്ക് നമ്മളങ്ങ് വിട്ടുകൊടുക്കണേ. ഇപ്പൊ നമ്മളൊരാൾ ഗുസ്തി കാണുന്നില്ലേ, ഗുസ്തി പിടിക്കുന്ന എങ്ങനെയാ, അവര് മറ്റൊരാൾ ഗുസ്തി പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അവര് നിന്നു കൊടുക്കുകയോ ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയാണ് നമുക്കും സഹനത്തോട് വേണ്ടതേ. സഹനമില്ലാതെ നമുക്ക് ഒരിക്കലും കൃപയിലായിരിക്കാൻ പറ്റില്ലാവേ. സഹനമില്ലാത്ത ഒരവസ്ഥയും നമുക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റില്ല. ഈ സഹനങ്ങളെല്ലാം സ്നേഹിക്കാനും, ഈ സഹനങ്ങളൊക്കെ വന്നാലും എൻ്റെ ദൈവം ഇതിനെല്ലാം ഉപരിയാണെന്നൊരു ബോധ്യം നമുക്കാവുമ്പോഴേ ഇതെല്ലാം മനോഹരമാക്കി മാറ്റാൻ നമുക്ക് പറ്റുവേ. സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവാതെ സഹനത്തിലൂടെ എൻ്റെ ഈശോയെ എനിക്ക് നിന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട്, നിന്റെ കൂടെ നടക്കാനുള്ള അഭിഷേകം തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ ഭയങ്കരമായിട്ട് എടുത്ത് ഉപയോഗിക്കുവേ. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുവേ. അപ്പോൾ നമുക്ക് ഈ സഹനങ്ങളെല്ലാം കൃപകളാക്കി മാറ്റാനുള്ള വലിയൊരു അഭിഷേകത്തിനോട് ദാഹിച്ച് പ്രാർത്ഥിക്കാതെ സഹനങ്ങളില്ലാതാവുന്നത് ഒരു ക്രൈസ്തവ ജീവിതമല്ല. സഹനങ്ങളില്ലാത്തൊരു ജീവിതം ക്രൈസ്തവ ജീവിതമല്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൃപകളാക്കി മാറ്റാൻ ഈശോ സഹായിക്കും.